ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസ് മാത്സ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 16 മെയ് 2026 നടന്ന എക്സാമാണ്. ഇതിലെ 20 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. തുടക്കം മുതൽ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഏതാണ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എന്നൊക്കെ പരിചയപ്പെടാം. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യം ചെയ്യുന്ന ചോദ്യം ഇതാണ്. ഭിന്നസംഖ്യകൾ എന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് 1/4 × 5 എക്സെട്രാ 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 1/9 × 10 ആൻസർ. മക്കളെ, ഇതൊരു പുതിയ ചോദ്യമല്ല. ഇത് പല പരീക്ഷകൾക്കും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് മെത്തേഡ്, ഈ സീരീസ് ഒന്ന് ശ്രദ്ധിച്ചോണം. 1 എവിടെയെങ്കിലും തുടങ്ങും, 2 × 3 തുടങ്ങി, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ശ്രേണിയാണ്. 2 × 3, 3 × 4, 4 × 5 അല്ലേ, എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. അപ്പോൾ ഇത്തരം ഒരു ശ്രേണി തന്നിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഓർക്കുക, ആദ്യത്തെ ഈ 2 ചേർത്ത് ഒരു ഭിന്നസംഖ്യയാക്കി പുറത്തെടുക്കുക. അപ്പോൾ 1/2 എന്ന് വരും. മൈനസ് ചിഹ്നം കൊടുക്കുക. അവസാനത്തെ ഇത് ചേർത്തൊരു ഭിന്നസംഖ്യയാക്കി പുറത്തെടുക്കുക. അപ്പോൾ 1/10 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 - 2, അതായത് 8/20 എന്ന് വരും. 8/20 4 വെച്ച് വെട്ടിക്കളയുമ്പോൾ 2/5 എന്ന് വരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറായി നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്, 2/5. അപ്പോൾ ഈ ശ്രേണി ഒന്ന് കാണാതെ പഠിച്ചേ. 1 എവിടുന്നെങ്കിലും തുടങ്ങാം. 1 × 2 2 × 3 3 × 4 എവിടെയെങ്കിലും തുടങ്ങും. എന്നിട്ട് താഴെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. കണ്ടോ, 2 × 3 3 × 4 4 × 5 ഇടയ്ക്കെല്ലാം പ്ലസ് ആയിരിക്കും, മുകളിലെല്ലാം 1 ആയിരിക്കും. ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് അതിൻ്റെ തുക കാണാൻ ചോദിച്ചാൽ, ഉത്തരം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ആദ്യത്തേത് 2 ചേർത്ത് ഒരു ഭിന്നസംഖ്യയായിട്ട് ഇങ്ങ് പുറത്തെടുക്കുക. അവസാനത്തെ 2 ചേർത്ത് ഭിന്നസംഖ്യയായിട്ട് പുറത്തെടുക്കുക. അത് തമ്മിൽ കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. ഇത് പല പരീക്ഷകൾക്കും ആവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. ഇത് PYQ ആയിരുന്നു, റിപ്പീറ്റഡ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. ഇത് കുറച്ച് തലവേദന ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ പ്രൊഡക്റ്റ് ഓഫ് എ 4-digit നമ്പർ ഈസ് 1A4B and a single digit number B is 8A2B. The product of a 4-digit number 1A4B and a single digit number B is 8A2B. What is the value of the digit A? ഇതാണ് ചോദ്യം. ഞാൻ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് ഒരു അൽക്കുലത്ത് ചോദ്യം, തലവേദന ചോദ്യം, നമ്പേഴ്സ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇത് അത്യാവശ്യം ഡിഗ്രിയുടെ റേഞ്ചിൽ വന്ന ഒരു ചോദ്യമാണ് എന്ന് പറയാം. ഓക്കെ, ഇവർ പറയുവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതായത് ഇവർ പറയുവാണ് 1A4B ഇതൊരു 4-digit നമ്പറാണ്. ഈ 4-digit നമ്പറിനെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 8A2B ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതായത് 1A4Bനെ B കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം 8A2B ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എയുടെ വില എത്ര എന്നതാണ് ചോദ്യം. ഈ എയുടെ വില എത്ര എന്നാണ്. ബിയുടെ വില കാണാനായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇവർ ചോദിച്ചേക്കുന്ന എയുടെ വില എത്ര, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കിയേ, B × B ചെയ്തപ്പം കിട്ടിയ ഉത്തരം B അല്ലേ മക്കളെ? നമ്മൾ ഗുണിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ഇതല്ലേ? ഗുണിക്കുമ്പോൾ ആദ്യം ഇത് തമ്മിൽ ഗുണിക്കും, ആണോ? ആ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഉത്തരം ഇവിടെ എഴുതും. അപ്പോൾ B × B ചെയ്തപ്പം അവിടെ ഉത്തരം B കിട്ടിയെങ്കിൽ ഏതൊക്കെ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് അത് തന്നെ ഉത്തരം കിട്ടുന്നതെന്ന് നോക്കാം. നമുക്കറിയാം 0 × 0 ഗുണിച്ചാൽ നമുക്ക് 0 കിട്ടുന്നത്, ആണോ? 1 × 1 നമ്മൾ ഗുണിച്ചാൽ നമുക്ക് 1 കിട്ടുന്നത്. 5 × 5 ഗുണിച്ചാൽ ഉത്തരത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് 5 കിട്ടുന്നത്, അല്ലേ? 6 × 6 ഗുണിച്ചാൽ ഉത്തരത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് 6 കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഈ ബിയുടെ സ്ഥാനത്ത് 0 വരാം, 1 വരാം, 5 വരാം, 6 വരാം. കാരണം അത് തമ്മിൽ ഗുണിക്കുമ്പോൾ അതേ ഉത്തരം വന്നോളൂ. ഇനി ഇവിടെ 0 എന്തായാലും വരില്ല. കാരണം ഇവിടെ 0 വന്നാൽ 0 × 0 ഗുണിക്കുമ്പോൾ ഉത്തരം 0 ആയിപ്പോവും. ഇത് ഉത്തരമായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും 0 വരില്ല.
1 വരുമോ? ഇവിടെ ഒന്നും വരില്ല. കാരണം 1a 4bനെ അല്ലെങ്കിൽ 1a 41നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1a 41 തന്നെയല്ലേ ഉത്തരം കിട്ടുള്ളൂ. ഈ ഉത്തരം കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഏത് വരില്ല? അവിടെ 1 വരില്ല. പിന്നെ 5 വരുമോ എന്ന് നോക്കാം. 5 വരുമോ എന്ന് നോക്കാൻ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. 1a 4 ബിയുടെ സ്ഥാനത്ത് 5 എന്ന് കൊടുത്തു. ബിയുടെ വില 5. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം 8a25 ആണോ ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 5 × 5 25 5 2 ശിഷ്ടം. I 4 20, 2 കൂട്ടുമ്പോൾ 22, 2 വന്നു. കണ്ടോ? ശരിയാവുന്നുണ്ട്. അതായത് ലാസ്റ്റ് 5 വന്നാൽ ഈ കിട്ടിയ ഉത്തരവുമായിട്ട് സാമ്യം വരുന്നുണ്ട്. ഇനി 6 വന്നാൽ ശരിയാകുമോ എന്ന് ചെക്ക് ചെയ്യാം. 6 വന്നാൽ ഉത്തരം ശരിയാകുമോ എന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് 6 വരാനും സാധ്യതയുണ്ടല്ലോ. ലാസ്റ്റ് 6 വരുന്നതെങ്കിൽ 6 6 36, 6 3 ശിഷ്ടം. 6 4 24, 3 27. 7 വരുന്നത് 2 അല്ല, ശരിയാവില്ല. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ബിയുടെ വില എന്ന് പറയുന്നത് 5 ബിയുടെ വില 5 അപ്പോൾ അത് കൺഫേമാണ്. ബിയുടെ വില 5 ശരിയല്ലേ? ബിയുടെ വില കൺഫേം ചെയ്തു നമ്മൾ. ബിയുടെ വില എത്രയാ? 5. അപ്പോൾ എനിക്ക് മനസ്സിലായി 1a 45 അല്ലേ ഇൻറ്റു 5 ചെയ്തപ്പോഴാണ് ഏത് ആൻസർ കിട്ടിയത്? 8a25 എന്ന ആൻസർ കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇതിൽ നിന്ന് ഇനി എയുടെ വില കണ്ടുപിടിക്കണം. എ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഞാൻ പറയും ഓപ്ഷനിലുള്ള വിലകൾ ഓരോന്നും എയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എപ്പോഴാണ് ശരിയാകുന്നതെന്ന് നോക്കുക. നമുക്ക് ആദ്യം ഓപ്ഷൻ എ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മക്കളെ, ഞാൻ ഓപ്ഷൻ എ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഓപ്ഷൻ എയിൽ എയുടെ സ്ഥാനത്ത് 4 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 4 4 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് ഏത് ഉത്തരം കിട്ടുമോ എന്ന് നോക്കണം. 8 എയുടെ സ്ഥാനത്ത് 4 എന്ന് കൊടുക്കുക. 8425 കിട്ടുമോ എന്ന് നോക്കണം. കിട്ടുമോ മക്കളെ? 5 25 5, 2 ശിഷ്ടം. I 4 20, 2 അല്ലേ. വീണ്ടും 2. I 4 20, 22 കിട്ടുന്നില്ല. 84 25 കിട്ടില്ല. അപ്പോൾ ഇത് തെറ്റാ. ഓപ്ഷൻ എ തെറ്റാ. ഞാൻ ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യുവാണേ. ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യുവാണ്. ഓപ്ഷൻ ഡി 7 ചെക്ക് ചെയ്ത് നോക്കാം. 1745 ഇൻറ്റു 5 എന്ന് പറയുമ്പം നമുക്ക് എന്ത് കിട്ടണം? എയുടെ വില 7 കൊടുക്കുന്നത്. 8725 കിട്ടുന്നുണ്ടോ നോക്കാം. 8725 കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഗുണിച്ചു. 5 25, 5 2 ശിഷ്ടം. I 4 20, 22 2, വീണ്ടും 2 ശിഷ്ടം. 7 35, 2 37 7, 3 ശിഷ്ടം. 5 3 8. കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി 7 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി 7 കറക്റ്റ് ആൻസർ. കണ്ടോ? ഇങ്ങനെ ചെയ്യണം അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നൊരു ചോദ്യമാണ്. ഒന്നുമില്ല, ഒരു റൗണ്ട് കൂടെ ഞാൻ പറഞ്ഞേക്കാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നുമില്ല മക്കളെ, സിമ്പിൾ പരിപാടി. അതായത് 1a 4b ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഉത്തരം 8a2b കിട്ടും. അപ്പോൾ ബീനെ ബി കൊണ്ട് ഗുണിക്കുമ്പം ഇവിടെ ബി കിട്ടണമെങ്കിൽ ബിയുടെ സ്ഥാനത്ത് 0 വരാം, 1 വരാം, 5 വരാം, 6 വരാം. ആണോ? അപ്പം നമ്മൾ 0 1 5 6 ഇതിലേതെങ്കിലും വരാം. 0 വരാം, 1 വരാം, 5 വരാം, 6 വരാം. ശരി. അപ്പം നമ്മൾ നോക്കിയപ്പം 0 എന്തായാലും ഇവിടെ വരില്ല. 0 × 0 ഉത്തരം 0 ആയിപ്പോയി അല്ലേ. 1 ഇവിടെ വരികയില്ല. ഈ സംഖ്യേനെ 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ ഉത്തരം കിട്ടുന്നുണ്ട്, അതും വരികയില്ല. 5 ചെക്ക് ചെയ്യുമ്പം കറക്റ്റായിട്ട് ഉത്തരം വരുന്നുണ്ട്. 5 ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി 5 ബിയുടെ വില. ബിയുടെ വില 5 എയുടെ വില കാണാൻ 4 ഓപ്ഷൻ ഉണ്ടല്ലോ. 4 ഓപ്ഷനിൽ എയുടെ വില ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം എന്ന് മനസ്സിലാക്കാൻ പറ്റും. യെസ്, നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, എ സ്റ്റുഡൻറ്റ് സ്കോർഡ് 30% ഇൻ ആൻ എക്സാം അല്ലേ. ഒരു പരീക്ഷയിൽ 30% മാർക്ക് നേടി. ഹീ നീഡ്സ് 10% മോർ മാർക്ക് 10% മോർ മാർക്ക് ഓഫ് ഹിസ് മാർക്ക് ടു പാസ് ദി എക്സാം. വാട്ട് ഈസ് ദി പാസ് പെർസെൻറ്റേജ് എന്ന്. അതായത് 30% മാർക്ക് നേടിയ ആൾക്ക് അയാളുടെ മാർക്കിൻ്റെ ഒരു 10% കൂടെ വേണമായിരുന്നു പാസ്സാവാൻ. 30%-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3% അല്ലേ. അപ്പോൾ ആകെ പാസിന് വേണ്ടത് 33% മാർക്കാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്നുമില്ലെന്നേ, 30% മാർക്ക് കിട്ടി. എന്നിട്ട് പറയുവാണ് 10% മോർ
ഓഫ് ഹിസ് മാർക്ക്, അവൻ്റെ മാർക്കിൻ്റെ ഒരു 10% കൂടെ വേണമായിരുന്നു പാസ്സാവാൻ. 30%-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3%. അപ്പോൾ ഒരു 3% മാർക്കും കൂടെ വേണമായിരുന്നു. അപ്പം 30% പ്ലസ് 3%, 33% പാസ് മാർക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? 30% മാർക്ക് കിട്ടി. ഇനി അവന് കിട്ടിയ മാർക്കിൻ്റെ ഒരു 10% കൂടെ വേണമായിരുന്നു പാസ്സാവാൻ. 30%-ൻ്റെ 10% 3%. അപ്പം 30 + 3 33% മാർക്ക് വേണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് ഇതും നല്ല സ്റ്റാൻഡേർഡ് ഒരു ചോദ്യമാണ്, പക്ഷേ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് എ സർട്ടൻ എമൗണ്ട് അറ്റ് എ റേറ്റ് ഓഫ് 8% സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years. If he invested the same amount compounded annually for 2 years, then the difference between the interested amount would be 5% of the invested amount. Find the rate of compound interest. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദാസ പറഞ്ഞു തരാം. ഒരാൾ 8% നിരക്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് 2 വർഷത്തേക്ക് ഒരു ബാങ്കിൽ ഒരു എമൗണ്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് നമുക്കറിയില്ല. ഒരു നിശ്ചിത എമൗണ്ട് 8% നിരക്കിൽ 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അയാൾ അതേ എമൗണ്ട് എത്രയോ ശതമാനം പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ലഭിക്കുന്ന പലിശകളുടെ അന്തരം 5% ഓഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്നാണ് ചോദ്യം. അപ്പം 8% നിരക്കിൽ 2 വർഷത്തേന് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് നിക്ഷേപിക്കുന്നു. എത്രയോ ശതമാനം നിരക്കിൽ 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ ലഭിച്ച പലിശകളുടെ ഡിഫറൻസ് 5% ഓഫ് ദ പ്രിൻസിപ്പിളാണ് എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിക്ഷേപിച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്നാണ് ചോദ്യം. മക്കളെ ഒന്നുമില്ല, ഇങ്ങനെ മനസ്സിലാക്കിക്കേ. 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ മുതലിൻ്റെ 16% 2 വർഷം കൊണ്ട് ലഭിക്കുന്ന പലിശ. 8% നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. അപ്പോൾ മുതലിൻ്റെ 8% ആദ്യത്തെ വർഷം കിട്ടും, മുതലിൻ്റെ 8% രണ്ടാമത്തെ വർഷം കിട്ടും. 2 വർഷം കൊണ്ട് മുതലിൻ്റെ 16% പലിശ കിട്ടും. ശരിയല്ലേ? ഇനി കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചപ്പം സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചതിനേക്കാൾ 5% കൂടുതൽ പലിശ കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചപ്പോൾ കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചപ്പോൾ കിട്ടിയ പലിശയേക്കാൾ 5% കൂടുതലാണ്. അതുകൊണ്ടല്ലേ 5% ഡിഫറൻസ് വന്നത്. അപ്പം കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചപ്പോൾ കിട്ടിയ പലിശ 21% 2 വർഷം കൊണ്ട്. സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചപ്പോൾ മുതലിൻ്റെ 16% 2 വർഷം കൊണ്ട് കിട്ടിയത്. കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചപ്പോൾ മുതലിൻ്റെ 21% പലിശ 2 വർഷം കൊണ്ട് കിട്ടി. അതുകൊണ്ടാണ് 5% കൂടുതൽ പലിശ കിട്ടിയെന്ന് പറഞ്ഞത് അല്ലേ? ഇനി 21% പലിശ കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിക്കുമ്പോൾ 2 വർഷം കൊണ്ട് കിട്ടണമെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കണം? കൂട്ടുപലിശ നിരക്ക് 10% ആയിരിക്കണം. 2 വർഷം കൊണ്ട് 21% കൂട്ടുപലിശ കിട്ടണമെങ്കിൽ പലിശ നിരക്ക് 10% ആയിരിക്കണം എന്ന് നമ്മൾ പല കണക്കുകളിൽ നിന്ന് ഇതിന് മുന്നേ ആണെങ്കിലും മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റാണ്. 2 വർഷം കൊണ്ട് 21% കൂട്ടുപലിശ ലഭിക്കണമെങ്കിൽ പലിശ നിരക്ക് 10% ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോ, ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. 2 വർഷം കൊണ്ട് 21% കൂട്ടുപലിശ ലഭിക്കണമെങ്കിൽ പലിശ നിരക്ക് 10% ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആൻസർ 10% എന്ന് സിമ്പിളായിട്ട് ചെയ്യാം. മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, മാർക്സ് ഒബ്റ്റെയിൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് സയൻസ് എക്സാംസ് ആർ ഇൻ ദ റേഷ്യോ 3:2 ആൻഡ് സയൻസ് ആൻഡ് ഹിസ്റ്ററി ആർ ഇൻ ദ റേഷ്യോ 3:5. ഫൈൻഡ് ദ ഹയസ്റ്റ് മാർക്ക് ഇഫ് ദ ആവറേജ് മാർക്ക് ഈസ് 25 അല്ലേ? അതായത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്കും സയൻസ് പരീക്ഷയ്ക്കും കിട്ടിയ മാർക്കുകളുടെ റേഷ്യോ 3:2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കും സയൻസ് പരീക്ഷയ്ക്കും കിട്ടിയ മാർക്കുകളുടെ റേഷ്യോ 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞേക്കുവാണ് സയൻസ് പരീക്ഷയ്ക്കും ഹിസ്റ്ററി പരീക്ഷയ്ക്കും കിട്ടിയ മാർക്കുകളുടെ റേഷ്യോ 3:5 ആണ്. സയൻസ് പരീക്ഷയ്ക്കും ഹിസ്റ്ററി പരീക്ഷയ്ക്കും കിട്ടിയ മാർക്കുകളുടെ റേഷ്യോ 3:5 ആണ്.
അങ്ങനെയെങ്കിൽ ആവറേജ് മാർക്ക് 25 പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഏതായിരുന്നു ചോദിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം പറഞ്ഞേക്കുന്നു ഇംഗ്ലീഷിനും സയൻസിനും കിട്ടിയ മാർക്കുകളുടെ റേഷ്യോ 3:2, സയൻസിനും ഹിസ്റ്ററിക്കും കിട്ടിയ മാർക്കുകളുടെ റേഷ്യോ 3:5. ശരിയല്ലേ മക്കളെ? ഇതിൽ നിന്ന് 3 പരീക്ഷയുടെയും കൂടെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഇംഗ്ലീഷ് ഈസ്റ്റു സയൻസ് ഈസ്റ്റു ഹിസ്റ്ററിയുടെ റേഷ്യോ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഇങ്ങനെ താഴേക്ക് ഗുണിക്കാം. 3 × 3 9 ഈസ്റ്റു, ഇങ്ങനെ ഗുണിക്കാം 3 × 2 6 ഈസ്റ്റു, ഇങ്ങനെ ഗുണിക്കാം 5 × 2 10 അല്ലേ. ഇതാണ് 3 മാർക്കിൻ്റെയും കൂടെ റേഷ്യോ. നിങ്ങളിത് പല രീതിയിൽ ചെയ്യും, ഇത് ചെയ്തെടുത്താൽ മതി. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. A:B B:C തന്നാൽ A:B:C കാണാൻ. ഓക്കെ, ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യും. A:B തന്നിട്ടുണ്ട് 1:2 അല്ലേ. അതുപോലെ B:C തന്നിട്ടുണ്ട് 3:1. എന്നിട്ട് A:B:C കാണുന്ന മോഡൽ ചോദ്യമാണിത്. ഇങ്ങനെ വന്നാൽ ഞാൻ സാധാരണ ചെയ്യാറ് Aയുടെ റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെ ഗുണിച്ചു, Bയുടെ റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെ ഗുണിച്ചു, Cയുടെ റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെ ഗുണിച്ചു. അതാണ് ഞാൻ സാധാരണ ചെയ്യുന്ന പാറ്റേൺ. പല രീതിയിൽ അത് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൻ്റെയും സയൻസിൻ്റെയും റേഷ്യോ അറിയാം, സയൻസിൻ്റെയും ഹിസ്റ്ററിയുടെയും റേഷ്യോ അറിയാം. അതിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെയും സയൻസിൻ്റെയും ഹിസ്റ്ററിയുടെയും റേഷ്യോ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഗുണിച്ചു, ഇങ്ങനെ ഗുണിച്ചു, ഇങ്ങനെ ഗുണിച്ചു. ശരിയാണോ? 9:6:10 ആയിട്ട് മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷിൻ്റെ റേഷ്യോ 9x ആണോ? റേഷ്യോ 9 മാർക്ക് 9x, സയൻസിൻ്റെ റേഷ്യോ 6 മാർക്ക് 6x, ഹിസ്റ്ററിയുടെ റേഷ്യോ 10 മാർക്ക് 10x. ഇതാണ് അവരുടെ മാർക്കുകൾ. ഇംഗ്ലീഷിന് കിട്ടിയത് 9x മാർക്ക്, സയൻസിന് കിട്ടിയത് 6x, അതുപോലെ ഹിസ്റ്ററിക്ക് കിട്ടിയത് 10x. ഇനി മാർക്കുകളുടെ ആവറേജ് 25. മാർക്കുകളുടെ ആവറേജ് 25 ആണെങ്കിൽ മാർക്കുകളുടെ സം എന്ന് പറഞ്ഞാൽ 3 പരീക്ഷയല്ലേ, 25 × 3 75 ആണോ? സോ ഈ 75 മാർക്കുകളുടെ സം എന്ന് പറയുന്നത് അല്ലേ. സോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25x എന്ന് പറഞ്ഞാൽ 75 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് 75/25 3 കിട്ടും. എക്സ് 3 ആണെങ്കിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ 10x ആണ്. 10 × 3 ആൻസർ 30 എന്നാണ് വരുന്നത്. സോ ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ആൻസർ 30 ആണ്. ഒന്നുമില്ല, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള ചോദ്യമാണ്. ഇംഗ്ലീഷിൻ്റെ സയൻസിൻ്റെ റേഷ്യോ ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ ഹിസ്റ്ററിയുടെ റേഷ്യോ ഉണ്ട്. അതിൽ നിന്ന് 3ൻ്റെ ഒരുമിച്ചുള്ള റേഷ്യോ കണ്ടുപിടിച്ചു. ഇംഗ്ലീഷിൻ്റെ റേഷ്യോ 9, സയൻസിൻ്റെ റേഷ്യോ 6, ഹിസ്റ്ററിയുടെ റേഷ്യോ 10 ആണോ? സോ ഇതിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെ മാർക്ക് 9x എന്നെടുക്കാം, സയൻസിൻ്റെ മാർക്ക് 6x എന്നെടുക്കാം, ഹിസ്റ്ററിയുടെ മാർക്ക് 10x എന്നെടുക്കാം. ശരിയാണോ? ഓക്കെ, ഈ മാർക്കുകളുടെയൊക്കെ തുക എന്ന് പറഞ്ഞാൽ 75. ശരാശരി 25 ആണെങ്കിൽ 3 സബ്ജക്റ്റിന് തുക 25 × 3 75. അപ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ 75 കിട്ടണം. ഇതെല്ലാം കൂട്ടുമ്പോൾ 25 കിട്ടി. 25x ആണ് 75. എക്സ് 3 കിട്ടിയാൽ ഹയസ്റ്റ് മാർക്ക് 10x ആണ്. 10 × 3 30 എന്ന് കിട്ടും. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 6th ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഈസ് 12 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദി AP? ആണോ മക്കളെ? ഒരു APയുടെ സം എന്ന് പറഞ്ഞാൽ APയുടെ സം കാണാൻ ഒരു മാർഗമുണ്ട്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ ഒരു APയുടെ സം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ് അല്ലേ, അതായത് നടുക്കത്തെ പദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഇവിടെ ആകെ എത്ര പദങ്ങളുണ്ട്? ഇവിടെ ആകെ 11 പദങ്ങളുണ്ട്. 6ാം പദം എന്ന് പറഞ്ഞാൽ നടുക്കത്തെ പദമാണ്. ഈ 6ാം പദം 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിഡിൽ ടേം 12 ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 11 എണ്ണമുണ്ട്. സോ ആൻസർ 132 എന്നാണ് കിട്ടുന്നത്. 132. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. 132 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. 132. ചെയ്തത് ക്ലിയർ ആണോ മക്കളെ?
അപ്പോൾ ഒരു AP-യുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം എന്ന് പറഞ്ഞാൽ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ വാട്ട് ഈസ് ദ സം ഓഫ് 11 ടേംസ് എന്നല്ലേ, 11 പദങ്ങളുടെ തുകയല്ലേ. 11 പദങ്ങളുടെ തുക കാണാൻ നമുക്കറിയാം നടുക്കത്തെ പദം 6-ാം പദം. 6-ാം പദം 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 × 11 132 നമ്മുടെ ആൻസറെ. ചെയ്തത് ക്ലിയർ ആണോ? ഓക്കെ. എപ്പോഴും ഓർക്കുക, ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി അതിൻ്റെ നടുക്കത്തെ പദമായിരിക്കും അല്ലേ. അതും കൂടി ഇതിനോടൊപ്പം ഒന്ന് ഓർത്ത് വെക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി നടുക്കത്തെ പദമായിരിക്കും അല്ലേ. അപ്പോൾ ശരാശരി ഇൻറ്റു എണ്ണമല്ലേ തുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തുക കാണാൻ നടുക്കത്തെ പദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പഠിക്കാൻ കാരണം. ഓർക്കുക, ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ പദമാണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ സം കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ പോരെ. ശരാശരിക്ക് പകരമാണ് നടുക്കത്തെ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് നമ്മൾ എഴുതാൻ കാരണം. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. A wooden article is made by scooping out hemisphere of radius r from each end of a solid cylinder with radius r and height h. What is the surface area of the article? ഞാനെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വരച്ച് വരുമ്പോൾ സമയം കുറേ പോകും, അതുകൊണ്ടാണ്. മക്കളെ, ആദ്യം അവരൊരു സിലിണ്ടറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ സിലിണ്ടറിന് h ഹൈറ്റ് ഉണ്ട്, 6 റേഡിയസ് ഉണ്ട്. ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റ് h ആണ്, റേഡിയസ് 6 ആണ്. ഈ സിലിണ്ടറിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തെ വിസ്തീർണത്തെ നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πRh ആണ്. ഒരു സിലിണ്ടറിൻ്റെ ചുറ്റുമുള്ള വിസ്തീർണം, വക്രതല വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πRh എന്ന് കിട്ടും. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് 2πRh എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഈ സിലിണ്ടറിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും ഒരു സ്കൂപ്പ് എടുക്കുന്നു ഹെമിസ്ഫിയർ ഷേപ്പിൽ. നമ്മൾ സ്കൂപ്പ് എന്ന് ഐസ്ക്രീം സ്കൂപ്പ് കാണാനല്ലേ അല്ലേ, അതിനൊരു അർദ്ധഗോളത്തിൻ്റെ ഷേപ്പല്ലേ, ആണോ? അങ്ങനെ അർദ്ധഗോള ഷേപ്പുള്ള ഒരു ഹെമിസ്ഫിയർ അല്ലേ, ഇവിടുന്നും എടുക്കുന്നു ഇവിടുന്നും എടുത്തു മാറ്റുന്നു, ആണോ? 2 സ്കൂപ്പായിട്ട് എടുക്കുന്നു, ശരിയാണോ? അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഉള്ള ഷേപ്പ് ഇതാണ്. ആ ഷേപ്പിൻ്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഒരു സിലിണ്ടറിൻ്റെ പുറംവശം പോലെ ഇവിടെ ഇരിക്കും, അകത്തെന്നാൽ ഇത്രയും ഭാഗത്ത് കുഴി വരും, ആണോ? അതുകൊണ്ടാണ് ഡോട്ട് ഇട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ഏരിയ പ്ലസ് മുകളിലത്തെ ആ കുഴിയുടെ ഏരിയ പ്ലസ് താഴത്തെ ആ കുഴിയുടെ ഏരിയ, ഇത്രയും കൂട്ടണം. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ചുറ്റുമുള്ള ഏരിയ ഓൾറെഡി നമുക്കറിയാം. ചുറ്റുമുള്ള ഏരിയ നമ്മൾ ഓൾറെഡി എഴുതി. എന്താ? 2πRh ആണ്, ആണോ? ഇനി ആ കുഴിവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. ഇത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ആണോ? ഈ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണോ അതാണ് ആ കുഴിവിൻ്റെ ഏരിയ. അപ്പോൾ ഈ കുഴിവുള്ള ഭാഗത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 2πr². ശരിയാണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരെണ്ണം താഴെയുണ്ട്. ആ താഴത്തെ കുഴിവിൻ്റെ ഏരിയയും 2πr². ഇപ്പോൾ ഉള്ള ഷേപ്പിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ചോദിച്ചാൽ ഈ 2πRhഉം ഈ 2πr² ഈ 2πr² കൂടെ കൂട്ടണം, ശരിയല്ലേ? അപ്പോൾ എത്ര കിട്ടും മക്കളെ? 2πRh പ്ലസ് 2πr² പ്ലസ് 2πr², അതായത് 4πr² എന്ന് വരും. അപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഓർക്കുക, ഓരോ അർദ്ധഗോളത്തിൻ്റെ വക്രതല വിസ്തീർണം 2πr², ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ വക്രതല വിസ്തീർണം 2πRh ആണ് കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. A can construct the basement of a building in 20 days. എയ്ക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് 20 ഡേയ്സ് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും അല്ലേ. ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 30 days. ബിക്ക് അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കും, ആണോ? സി ക്യാൻ ഡു ഇറ്റ് ഇൻ 60 days. സിക്ക് ഇത് 60 days കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും, ആണോ? അങ്ങനെയെങ്കിൽ എയും ബിയും സിയും ചേർന്ന് ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നതാണ് ചോദ്യം. എയും ബിയും സിയും ചേർന്ന് ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ആദ്യം ഇതിൻ്റെ മൂന്നിൻ്റെയും LCM നമുക്ക് എടുക്കാം. അതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂന്നിൻ്റെ LCM നമുക്ക് 60 എന്ന് കിട്ടും. ഇതിൻ്റെ മൂന്നിൻ്റെ LCM 60 ആണ്. 60 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കാണ്. സോ ആകെ ജോലി എന്ന് പറഞ്ഞാൽ 60 ആണ്. എയുടെ എഫിഷ്യൻസി കാണാൻ 60/20 3 കിട്ടും. ബിയുടെ 60/30 2 കിട്ടും. സിയുടെ 60/60 1 കിട്ടും.
ആണോ? അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത് 3 2 5 1 6 എന്നാണ്. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി 6 എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 6 ജോലി തീരുന്നതാണ്. ആകെയുള്ള 60 ജോലി തീർക്കാൻ അവർക്ക് വേണ്ട സമയം 60/6, ആൻസർ 10 ദിവസം എന്ന് കിട്ടും. 60/6 ആൻസർ 10 ദിവസം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 10 ദിവസം. അപ്പോൾ എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും, ബി അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും, സി അതേ ജോലി 60 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ എയും ബിയും സിയും എത്ര ദിവസം കൊണ്ട് ഒരുമിച്ച് ജോലി തീർക്കുമെന്ന് ചോദിച്ചാൽ ആൻസർ 10 ദിവസമാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് അല്ലേ. അതിൽ ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യനാണ്. എപ്പോഴും പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഭാഗമാണ് ആവറേജ് സ്പീഡ്, ശരാശരി വേഗത അല്ലേ. എ കാർ ട്രാവൽസ് 120 കിലോമീറ്റർ, 120 കിലോമീറ്റർ ദൂരം 80 km/h വേഗതയിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള 110 കിലോമീറ്റർ ദൂരം നമുക്കറിയാം 110 km/h വേഗതയിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 90 കിലോമീറ്റർ ദൂരം 60 km/h വേഗതയിൽ പോയി എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ കണ്ടുപിടിക്കണം. കാറിൻ്റെ ആവറേജ് സ്പീഡ് എനിക്കറിയാം. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ആകെ സഞ്ചരിച്ച ദൂരം ബൈ സഞ്ചരിക്കാൻ എടുത്ത സമയം. ആകെ സഞ്ചരിച്ച ദൂരം 120 + 110 + 90 ആണ്. 320 കിലോമീറ്ററാണ് ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം കാണണം. സമയം ചോദ്യത്തിൽ തന്നിട്ടില്ല. ഓരോ സെക്ഷനും സെപ്പറേറ്റ് കാണും. ഇവിടുന്ന് ഇവിടം വരെ പോകാനെടുത്ത സമയം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 120, സ്പീഡ് 80. 120/80 1.5 മണിക്കൂർ എന്ന് കിട്ടും. ആണോ? ഇവിടുന്ന് ഇവിടം വരെ പോകാൻ വേണ്ട സമയം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 110/110 1 മണിക്കൂർ എന്ന് കിട്ടും. ഇവിടുന്ന് ഇവിടം വരെ പോകാൻ വേണ്ട സമയം 90/60 3/2 1.5 അവർ എന്ന് കിട്ടും. അപ്പോൾ ആകെ യാത്രയ്ക്ക് എടുത്ത സമയം 4 മണിക്കൂർ എന്നാണ് കിട്ടുന്നത്. മക്കളെ 320/4 ആൻസർ 880 km/h എന്ന് ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി കറക്റ്റ്, 80 km/h. മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ എന്ന ഭാഗത്ത് നിന്നാണ്. ക്യൂബ് റൂട്ട് ഓഫ് എ ഇൻറ്റു ബി അല്ലേ, ഇൻറ്റു സിക്സ്ത് റൂട്ട് ഓഫ് a⁴ ഇൻറ്റു b⁴. ഓക്കെ, എനിക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ബി ⁻³ എന്നാണ് അർത്ഥം. ഓർക്കുക, ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁻⁴ ആണ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁻⁴ ആണ്. അപ്പോൾ ഇവിടെ ക്യൂബ് റൂട്ടിന് പകരം ab⁻⁴ എന്ന് എഴുതാം. ഇനി സിക്സ്ത് റൂട്ടിന് പകരം a⁴ ഇൻറ്റു b⁴ സിക്സ്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ ⁻⁴ എന്നാണ് അർത്ഥം. ഇനി ഇത് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ⁻⁴ എക്കും കൊടുക്കുക. അപ്പോൾ a⁻⁴ ഇൻറ്റു b⁻⁴ എന്ന് കിട്ടും. ഇൻറ്റു ഇനി ഇവിടെ നോക്കിയേ, 4 a⁴ ഉണ്ട്, all⁻⁴ ചെയ്യണം. all⁻⁴ ചെയ്യുമ്പം നമുക്കറിയാം ഈ 4 6 വെട്ടിക്കളയുമ്പോൾ 2/3 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ a⁻⁴ എന്ന് വരും. ഇൻറ്റു അടുത്തത് b⁻⁴ എന്ന് വരും. മക്കളെ അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. a⁴ all⁻⁴ മക്കളെ. പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ a⁴/6 എന്ന് വരും അല്ലേ, ഈക്വൽ ടു a⁻⁴ എന്ന് വരും. a⁻⁴ ഓക്കെ, അപ്പോൾ അങ്ങനെ b⁻⁴ വരും.
ഇനി നമുക്ക് എ ഉണ്ടല്ലോ. അപ്പോൾ A⁻1/3 പ്ലസ് A⁻2/3 A⁻3/3 എന്ന് കിട്ടും. അത് എ എന്നാണ് കിട്ടുന്നത്. ഇൻറ്റു B⁻1/3 ഇൻറ്റു B⁻2/3 B⁻1 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ A ഇൻറ്റു B എന്നാണ് നമുക്ക് വരുന്നത്. ചോദ്യത്തിൻ്റെ ആൻസർ A ഇൻറ്റു B ആണ്. ഒന്നുകൂടെ പറയാം, ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ എടുത്ത് എഴുതാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ. A⁻1/3 ഇൻറ്റു A⁻2/3 ഒരുമിച്ച് എഴുതി ഇൻറ്റു B⁻1/3 ഇൻറ്റു B⁻2/3 B⁻2/3. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇത് A⁻m ഇൻറ്റു A⁻n അല്ലേ? അങ്ങനെ വന്നാൽ പവറുകൾ തമ്മിൽ കൂട്ടണം. പവറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 1 വരും. ഇവിടെയും പവറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 1 വരും. അങ്ങനെയാണ് A ഇൻറ്റു B അവിടെ വന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മുന്നോട്ട് അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം AB അല്ലേ, അതുപോലെ DE, ഓക്കെ, അതുപോലെ HI, അതുപോലെ MN, അതുപോലെ അടുത്തത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് പൊസിഷൻ വാല്യൂ എഴുതാം. A1, D4, H8, M13 അല്ലേ? നിങ്ങൾ നോക്കിയേ, 1 4 ആയി എന്ന് പറയുമ്പം 3 കൂടി, 4 8 ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും 4 കൂടി, 8 13 ആയെന്ന് പറഞ്ഞാൽ 5 കൂടണം. അപ്പോൾ ഇനി 13 എത്രയാണ് കൂടണ്ടേ? 6 കൂടണം. 13 + 6 19. എസ്സിൽ തുടങ്ങുന്ന ഓപ്ഷൻ, എസ്സിൽ തുടങ്ങണം. എസ് കഴിഞ്ഞ് അടുത്ത് ടി ആണ്, നെക്സ്റ്റ് ലെറ്ററാണ് വരുന്നത്. ST. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. എ ഗേൾ സ്റ്റാർട്ട് ഫ്രം എ പോയിൻ്റ് എ. ഒരു പോയിൻ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആണോ? ഒരു പോയിൻ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്സ് 4 മീറ്റർ ഈസ്റ്റ്, 4 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ മക്കളെ? 4 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി. നമുക്കറിയാം 4 മീറ്റർ ഈസ്റ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഇതാണ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 4 മീറ്റർ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി. ഇനി 3 മീറ്റർ നോർത്തിലേക്ക് പോയി. 3 മീറ്റർ നോർത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നോർത്ത് മുകളിലാണ്. 3 മീറ്റർ നോർത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് 3 മീറ്റർ പോയി എന്നർത്ഥം. അത് 3 മീറ്റർ. വീണ്ടും പറഞ്ഞേക്കുവാണ് 4 മീറ്റർ വെസ്റ്റിലേക്ക് പോയി. 4 മീറ്റർ വെസ്റ്റിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വെസ്റ്റ്. 4 മീറ്റർ വെസ്റ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ വീണ്ടും 4 മീറ്റർ വെസ്റ്റിലേക്ക് പോയി. ഇനി പറയുവാണ് 3 മീറ്റർ സൗത്തിലേക്ക് പോയി. 3 മീറ്റർ സൗത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ താഴേക്ക് 3 മീറ്റർ. ശരിയാണോ? കറക്റ്റ് എയിലല്ലേ അവസാനിക്കുന്നേ? എയിൽ അവസാനിക്കുന്നത് 3 മീറ്റർ. ശരിയാണോ? ചോദ്യം, വേർ ഈസ് ഷീ നൗ? അവൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അറ്റ് എ എന്ന പോയിന്റിലാണ്. എ എന്ന പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ഫൈനലി എ എന്ന പോയിന്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് വരച്ചാൽ ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. സിമ്പിൾ ചോദ്യമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുക്ക് നോളജ്. ഫുഡ്, ബുക്കിൽ നിന്ന് നോളജ് കിട്ടും. ഫുഡിൽ നിന്ന് കിട്ടുന്നത് എനർജിയാണ് കേട്ടോ. ഹെൽത്ത് അല്ല, ഹെൽത്ത് കിട്ടും, പക്ഷേ ഇത് കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ളത് എനർജിയാണ് കേട്ടോ. ബുക്കിൽ നിന്ന് നോളജ് കിട്ടും, ഫുഡിൽ നിന്ന് എനർജി കിട്ടും. മക്കളെ, ഹെൽത്ത് കിട്ടാൻ നമുക്ക്, ഹെൽത്ത് നന്നാവാൻ, ഹെൽത്ത് കിട്ടാൻ ഫുഡ് മാത്രമല്ല, നമുക്ക് എക്സസൈസൊക്കെ ഹെൽത്ത് കിട്ടാൻ സഹായിക്കുന്നത്. പക്ഷേ എനർജി കിട്ടണമെങ്കിൽ അത് ഫുഡിൽ നിന്നാണ്. നമുക്ക് എനർജി, ഫുഡിൽ നിന്ന് മാത്രമാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ചേരുന്നത് എനർജി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ആൻസർ കൺഫ്യൂഷൻ ഉണ്ട്. സോ പല ആൻസറുകൾ വരാം. എന്തായാലും സംഭവങ്ങളൊന്ന് പറയാം. ബിറ്റ്, ബൈറ്റ്, നിബിള്, അതുപോലെ കിലോ ബൈറ്റ്. ഇതാണ് 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ് തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ചേരുന്നതാണ് ബൈറ്റ്. 8 ബിറ്റ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. ഓക്കെ, 4 ബിറ്റാണ് ഒരു നിബിൾ. 4 ബിറ്റാണ് ഒരു നിബിൾ. ഓക്കെ, കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കുക 1024 ബൈറ്റ് ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ്. നമുക്കറിയാം 1024 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് 8 ബിറ്റാണല്ലോ. അപ്പോൾ 1024 × 8 വരും, ആണോ? 1024 × 8 81
9192 8192 ബിറ്റാണിത്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പല ആൻസറുകൾ പറയാൻ പറ്റും. യെസ്, ഒന്ന് ബിറ്റ് എന്ന് പറയാം. ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈറ്റ്, നിബിള്, കിലോ ബൈറ്റ് എല്ലാം ബിറ്റിൻ്റെ മൾട്ടിപ്പിൾസാണ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ് തന്നെയാണ്. അപ്പം ഒരാൻസർ വേണമെങ്കിൽ ബിറ്റായിട്ട് പറയാം. കാരണം ഇതെല്ലാം ബിറ്റിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 8 ബിറ്റ്, 4 ബിറ്റ്, ഇത് 8192 ബിറ്റ് അല്ലേ. അല്ലെങ്കിൽ ഇവിടെ ആൻസറായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരെണ്ണം കിലോ ബൈറ്റാണ്. കിലോ ബൈറ്റ് ആൻസറായിട്ട് പറയാം. ബാക്കിയുള്ളതെല്ലാം ചെറിയ അളവുകളാണ്. കിലോ ബൈറ്റ് ഒരു വലിയ അളവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കിലോ ബൈറ്റ് വേണമെങ്കിൽ ആൻസറായിട്ട് പറയാം. സോ ബിറ്റും പറയാം, കിലോ ബൈറ്റും പറയാം. അതുകൊണ്ട് ഇതിൻ്റെ ആൻസറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. മാത്ത് എന്നത് 42 ആണ്, ലോജിക് 61 ആണ്, ഡേറ്റ എത്ര എന്നതാണ്. ഇതിന് കറക്റ്റ് ആൻസർ ഇല്ല സത്യം പറഞ്ഞാൽ. മാത്ത് എന്നത് നമുക്ക് 42 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നുമില്ല, ഇതിൻ്റെ ഓരോന്നിൻ്റെ പൊസിഷൻ വാല്യൂ കൂട്ടുന്നതാണ്. എം എന്ന് പറഞ്ഞാൽ 13ാമത്തെ ലെറ്റർ, എ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലെറ്റർ, ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ലെറ്റർ, എച്ച് എന്ന് പറഞ്ഞാൽ 8ാമത്തെ ലെറ്റർ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം മക്കളെ നമുക്ക് 42 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് 42 വരും. ഓക്കെ. എന്നാൽ ലോജിക് എന്ന് പറയുമ്പം L 12, O 15, G 7, I 9, C 3 ഇതെല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് 46 വരുന്നത്. പക്ഷേ ഇവിടെ കിടക്കുന്നത് 61. അപ്പോൾ അതേപോലെ ഡേറ്റ കൂട്ടാനാണെങ്കിൽ DATA ഡേറ്റ കൂട്ടാനാണ്. D 4 A 1 T 20 A വീണ്ടും 1. കൂട്ടുമ്പം 24, 25, 26 വരുന്നത്. അത് ഓപ്ഷനിലില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. നിലവിൽ മനസ്സിലാക്കിയിടത്തോളം ഇതിന് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഡി ഈസ് ദ ബ്രദർ ഓഫ് എ. ഡി ഈസ് ദ ബ്രദർ ഓഫ് എ. എയുടെ ബ്രദറാണ് ഡി അല്ലേ. ഡി ഈസ് ദ ബ്രദർ ഓഫ് എ. എയുടെ ബ്രദറാണ് ഡി. സോ ബ്രദറിനെ സൂചിപ്പിക്കാൻ പ്ലസ് ചിഹ്നം കൊടുക്കാം. ഓക്കെ. ഡി ഈസ് ദ ബ്രദർ ഓഫ് എ. ഡി ഈസ് ദ സൺ ഓഫ് സി. ഡി സിയുടെ സണ്ണാണ്. സിയുടെ സണ്ണാണ് ഡി. സിയുടെ ജെൻഡർ നമുക്കറിയില്ല. ബി ഈസ് സീസ് ഫാദർ. സിയുടെ ഫാദറാണ് ബി. ബി ഈസ് സീസ് ഫാദർ. ബി ഈസ് സീസ് ഫാദർ ആണോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ജെൻഡർ അറിയാം, പുരുഷനാണ്. ഇതാണ് നിലവിലെ ഫിഗർ. അപ്പോൾ എനിക്ക് മനസ്സിലായി എയുടെ ജെൻഡർ അറിയില്ല, ഡി ഒരു പുരുഷനാണ്. സിയുടെ ജെൻഡർ അറിയില്ല, ബി ഒരു പുരുഷനാണ്. ചോദ്യം. വാട്ട് ഈസ് എ ഓഫ് ബി. എ ബിയുടെ ആരാണ്? ഓക്കെ. എ ബിയുടെ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ എ ഒരു ഗ്രാൻഡ് സൺ, കൊച്ചുമകനാകാം, അല്ലെങ്കിൽ കൊച്ചുമകളാവാം. ഇവിടെ ഓപ്ഷനിൽ ഗ്രാൻഡ് സണ്ണും കിടപ്പുണ്ട്, ഗ്രാൻഡ് ഡോട്ടറും കിടപ്പുണ്ട്. നമുക്ക് എയുടെ ജെൻഡർ അറിയില്ല. അപ്പോൾ ഗ്രാൻഡ് സൺ ആണോ ഗ്രാൻഡ് ഡോട്ടർ ആണോ എന്ന് പറയാൻ പറ്റില്ല. നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഗ്രാൻഡ് ഫാദർ അല്ല. സോ നൺ ഓഫ് ദീസും അല്ല. ഉത്തരം ഗ്രാൻഡ് സണ്ണും വരാൻ സാധ്യതയുണ്ട്, ഗ്രാൻഡ് ഡോട്ടറും വരാൻ സാധ്യതയുണ്ട്. രണ്ടിലും ഉറപ്പില്ല. ഒന്നെങ്കിൽ ഗ്രാൻഡ് സൺ അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർ. അപ്പോൾ ഈ ചോദ്യത്തിനും കറക്റ്റ് ഒരു ഉത്തരമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അടുത്ത ചോദ്യം. എ ഡയറക്ഷൻ പോൾ വാസ് ഓൺ ദ ക്രോസിംഗ്. Due to an accident, the pole turned in such a manner that the pointer which was showing east started showing south. Okay. Based on the new pointer, Ramesh went to the west. In which direction was he actually traveling? എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നു. ശരി, നമുക്ക് ആദ്യം ഒരു ഡയറക്ഷൻ ബോർഡ് അങ്ങോട്ട് വരയ്ക്കാം. മക്കളെ, ഒരു ഡയറക്ഷൻ ബോർഡ് നമുക്ക് ആദ്യം അങ്ങ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ ബോർഡ്. ഓക്കെ. ഒരു ഡയറക്ഷൻ ബോർഡ് നമ്മൾ ആദ്യം വരച്ചു. ഇതൊരു ഡയറക്ഷൻ ബോർഡായിരുന്നു എന്ന് വിചാരിക്കാം. നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാം. ദേ ഇങ്ങോട്ട്, അതുപോലെ ഇങ്ങോട്ട്, ഇതുപോലെ ഇങ്ങോട്ട്, ഇതുപോലെ ഇങ്ങോട്ട് ഒരു ഡയറക്ഷൻ ബോർഡാണ്. ഓക്കെ. നമുക്കറിയാം ഇത് ഏത് ഡയറക്ഷനാ? ഈസ്റ്റാണ് അല്ലേ. ഈസ്റ്റ് ഡയറക്ഷനാണ്. ഇത് വെസ്റ്റ് ഡയറക്ഷനാണ്. ഇത് നോർത്താണ്. ഇത് സൗത്താണ്. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ ബോർഡ് യഥാർത്ഥത്തിൽ.
ഈ ഡയറക്ഷൻ ബോർഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതായത് ഇത് ആരോ തട്ടിത്തെറിപ്പിച്ചിട്ടു. ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞേക്കുന്നേ, ദ പോയിൻ്റർ വിച്ച് വാസ് ഷോയിങ് ഈസ്റ്റ് സ്റ്റാർട്ടഡ് ഷോയിങ് സൗത്ത്. അതായത് ഈസ്റ്റ് ആയിരുന്ന ആ ഡയറക്ഷൻ ഇപ്പോൾ സൗത്തിലേക്ക് തിരിഞ്ഞ് കിടക്കുക. അപ്പോൾ ഈസ്റ്റ് ആയിരുന്ന ഡയറക്ഷൻ ഇപ്പോൾ സൗത്തിലേക്കാണ് തിരിഞ്ഞ് കിടക്കുന്നേ, ആണോ? അപ്പോൾ ഈസ്റ്റ് എന്ന് സൂചിപ്പിക്കുന്ന ഡയറക്ഷൻ ഇപ്പോൾ ഡയറക്ഷൻ മാറി തെറ്റിപ്പോയി സൗത്തിലേക്ക് വീണ് കിടക്കുക. അപ്പോൾ ഈസ്റ്റ് ആണെന്ന് ഓർത്ത് പോകുന്ന ഒരാൾ ആക്ച്വലി പോകുന്നത് സൗത്തിലേക്കായിരിക്കും. കാരണം ഈസ്റ്റ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ തെറ്റിപ്പോയി സൗത്തിലേക്ക് മാറിക്കിടക്കുക. അപ്പോൾ ഈസ്റ്റിൽ പോകാമെന്ന് പറഞ്ഞ് ഈസ്റ്റിലേക്ക് പോയാൽ ആക്ച്വലി അയാൾ പോകുന്നത് സൗത്തിലേക്കായിരിക്കും. അപ്പോൾ ഈസ്റ്റ് സൗത്തിലേക്കാണ് കിടക്കുന്നതെങ്കിൽ ഈസ്റ്റിന് ഓപ്പോസിറ്റുള്ള വെസ്റ്റ് നേരെ നോർത്തിലേക്കായിരിക്കും കിടക്കുക. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ കിട്ടുന്ന ഈസ്റ്റ് ഇതായിരിക്കും, ഇത് വെസ്റ്റ് ആയിരിക്കും. ശരിയല്ലേ? കണ്ടോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതായത് സൈൻ ബോർഡിൽ ഈസ്റ്റ് എന്ന് കാണിക്കുന്നത് യഥാർത്ഥത്തിലെ സൗത്തിലേക്കാണ് കിടക്കണേ. അപ്പോൾ സൈൻ ബോർഡിൽ വെസ്റ്റ് എന്ന് കാണിക്കുന്നത് യഥാർത്ഥത്തിലെ നോർത്തിലേക്കായിരിക്കും കിടക്കുക. സൈൻ ബോർഡിൽ നോർത്ത് എന്ന് കാണിക്കുന്നത് യഥാർത്ഥത്തിലെ ഈസ്റ്റിലേക്കായിരിക്കും കിടക്കുക. സൈൻ ബോർഡിൽ സൗത്ത് എന്ന് കാണിക്കുന്നത് യഥാർത്ഥത്തിലെ വെസ്റ്റിലേക്കായിരിക്കും കിടക്കുക. ഓക്കെ, ഇനി പറയുന്ന ചോദ്യം ഇതാണ്, ബേസ്ഡ് ഓൺ ദ ന്യൂ പോയിൻ്റർ രമേഷ് വെൻറ്റ് ടു ദ വെസ്റ്റ്. പുതിയത് അതായത് വീണ് കിടക്കുവാണല്ലോ, അത് കണ്ടിട്ട് രമേഷ് എങ്ങോട്ട് പോയി? വെസ്റ്റിലേക്ക് പോയി. രമേഷ് വെസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പോകുന്നത് എങ്ങോട്ടായിരിക്കും? നോർത്തിലേക്കായിരിക്കും എന്ന് മനസ്സിലാക്കാം, അല്ലേ? രമേഷ് വെസ്റ്റിലേക്കാണ് പോയത് എങ്കിൽ യഥാർത്ഥത്തിൽ പോകുന്നത് നോർത്തിലേക്കായിരിക്കും. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് നോർത്ത് എന്നാണ്. അടുത്ത ചോദ്യം കലണ്ടർ എന്ന ഭാഗത്ത് നിന്നാണ്. 15th August 2026 മൺഡേ ആണെങ്കിൽ വാട്ട് വാസ് ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ 25th December 2026, അല്ലേ? അതായത് കലണ്ടറിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആണോ? 2026 മക്കളെ, 2026 ഓഗസ്റ്റ് മാസം 15-ാം തീയതി എന്ന് പറയുന്നത് ഒരു മൺഡേ ആണെങ്കിൽ 2026 ഡിസംബർ മാസം 25-ാം തീയതി എന്നായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, ലാസ്റ്റ് ഡേ ഡിസംബർ മാസമുണ്ട്. ശരിയാണോ മക്കളെ? അപ്പോൾ ആദ്യം ഓഗസ്റ്റ് മാസത്തിൽ 15 കഴിഞ്ഞ് ബാക്കി 16 ദിവസമുണ്ട്, അതിൽ 2 ഒറ്റ ദിവസം. സെപ്റ്റംബർ മാസത്തിൽ 30 ദിവസം, അതിൽ 28 കഴിഞ്ഞ് ബാക്കി 2 ഒറ്റ ദിവസം. ഒക്ടോബറിൽ 31 ദിവസം, അതിൽ 28 കഴിഞ്ഞ് ബാക്കി 3 ഒറ്റ ദിവസം. നവംബറിൽ 30 ദിവസം, 28 കഴിഞ്ഞ് ബാക്കി 2 ഒറ്റ ദിവസം. ഡിസംബർ 25 വരെ 25 ദിവസമുണ്ട്. ഈ 25 ദിവസത്തിൽ 21 കഴിഞ്ഞ് ബാക്കി 4 ഒറ്റ ദിവസം. അപ്പോൾ എല്ലാം കൂടെ എത്ര ഒറ്റ ദിവസമാണെന്നറിയാൻ 4ഉം 3ഉം 7 വെട്ടി ബാക്കി 6 ശരിയല്ലേ? ആണ്. 6 ഒറ്റ ദിവസം എന്ന് പറയുമ്പോൾ മൺഡേയുടെ കൂടെ 6 കൂട്ടണം, ആണോ? മൺഡേയുടെ കൂടെ 7 കൂട്ടിയാൽ മൺഡേ തന്നെയാണ്, 6 കൂട്ടിയാൽ തലേ ദിവസം സൺഡേ എന്നാണ് ഈ ചോദ്യത്തിന് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ഓപ്ഷൻ കറക്റ്റ് ബി ആണ്. അടുത്ത ചോദ്യം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നമ്പേഴ്സ് എന്ന ഭാഗത്തു നിന്നാണ്. 61⁻23 ഇൻറ്റു 14⁻9 ഇൻറ്റു 127⁻18 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ആദ്യം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 തന്നെയാണ്. ഒരു സംഖ്യയുടെ ലാസ്റ്റ് 1 വന്നാൽ അതിൻ്റെ ഏതൊരു പവറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അത് തന്നെയായിരിക്കും. ഇനി ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ മക്കളെ 4 പുറത്തേക്ക് ഇറക്കി എഴുതി 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 4⁻1 4 തന്നെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കിട്ടും. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ 7 പുറത്തേക്ക് ഇറക്കി എഴുതി 18നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. സോ 7ൻ്റെ സ്ക്വയർ 49, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9. അപ്പോൾ ഇത് 1
ഇത് 4, ഇത് 9. 1 × 4 4 4 × 9 36. സോ ഒറ്റയുടെ സ്ഥാനത്തെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 6 വരും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചോദ്യം അടുത്തത്, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സീരീസിൻ്റെ ചോദ്യമാണ്. 112. ഓക്കെ, അടുത്തത് 115, അടുത്തത് 125, അടുത്തത് 140 എങ്കിൽ അടുത്തത് കണ്ടുപിടിക്കണം മക്കളെ. ഈ ഡിഫറൻസ് 3 ഈ ഡിഫറൻസ് 10, ഈ ഡിഫറൻസ് 15. ഈ 3നും 10നും 15നും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. 3 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ -1, ഇത് 3ൻ്റെ സ്ക്വയർ +1, ഇത് 4ൻ്റെ സ്ക്വയർ -1. അപ്പോൾ ഇനി 5ൻ്റെ സ്ക്വയർ +1 വരണ്ടേ. അതായത് 25 + 1 26 കൂട്ടണ്ടേ. 140 + 26 166 എന്നാണ് ആൻസർ കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 166. അപ്പോൾ ഇതിൽ ചെയ്ത ഈ ചോദ്യങ്ങൾ 20 എണ്ണം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നു, ചില ചോദ്യങ്ങൾ നല്ല റേഞ്ച് കൂടിയ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോ എക്സ്പ്ലനേഷനുമായി കാണാം. ടാറ്റാ.